ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു വീഡിയോ കേട്ടോ. ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും കൂടെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം അങ്ങനെ ഇരുന്നപ്പം ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ എല്ലാ കടകളും ഉണ്ട് കേട്ടോ. ബേക്കറി ആണെങ്കിലും റേഷൻ കടയാണെങ്കിലും സ്റ്റേഷനറി കടയാണെങ്കിലും എല്ലാം അവിടെ തന്നെ ഉണ്ട്. നമുക്കപ്പോൾ വെളിയിലേക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നേരെ കുറച്ച് കട്ട്ലൈറ്റ്, മീറ്റ് റോള്, ഇറച്ചിപ്പത്തിരി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വൈകുന്നേരത്തെ ചായക്ക് കടി മേടിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ മക്കളുണ്ട്, എൻ്റെ കുഞ്ഞുണ്ട്, ഇത്താടെ 2 മക്കളുണ്ട്, പിന്നെ ഞാനുണ്ട്, ഞങ്ങൾക്കും കഴിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിലേക്ക് വന്നു. അപ്പോൾ വന്ന പാടെ കുറച്ച് റോബസ്റ്റ് പഴം മേടിക്കണമായിരുന്നു. മെയിൻ സംഭവമാണ് വീട്ടിൽ റോബസ്റ്റ് പഴം. അത് ഉമ്മച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പം ഒരു കിലോ റോബസ്റ്റ് പഴം മേടിക്കണമായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. പിന്നെ കൂട്ടത്തിൽ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റേ ക്രീം ബണ്ണ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ മക്കൾ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ കോലുമിഠായി, ഒരുത്തിനെ ഉറക്കത്തിൽ നിന്ന് എണീച്ചുകൊണ്ട് വരുന്നതുകൊണ്ടാണ് ആ ഒരു കോലത്തിൽ നിൽക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ല ചൂട്, നല്ല വെയിലുമായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടുതൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി ഒരാഗ്രഹം. പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയാൽ ഞാനും ഇത്തായും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും എന്തെങ്കിലും ഒന്ന് കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ 2 പേരും സർബത്ത് പറഞ്ഞു കേട്ടോ. സോഡ സർബത്തായിരുന്നു. അപ്പോൾ അത് കുടിച്ചു. അത് കുഞ്ഞിനും കൊടുത്ത് ഞങ്ങളും കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു 6-6:30 ആയപ്പോഴത്തേക്കിനും തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടന്നു. 6-6:30 7 മണിയായിട്ടുണ്ടാവും. തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ ഇക്കാക്കാൻ്റെ വീട്ടിലേക്ക് പോണ ദിവസമാണ്. അപ്പോൾ കുഞ്ഞിന് ആദ്യം തന്നെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വെളിയിൽ പോയി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അളിയൻ ഇവൾ കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫേസ് മാസ്ക് വെച്ചിട്ട് അവളെ പേടിപ്പിച്ച് കഴിക്കണം കേട്ടോ ഈ കാണുന്നത്. പുള്ളി അവളെ പേടിപ്പിച്ച്, പാവം അവൾ പേടിച്ചിട്ട് ആ കൊടുത്ത ഭക്ഷണം മൊത്തം കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പം ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും, അതായത് ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ വെളിയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ അവർ വീട്ടിലേക്കും പോകും. ഞങ്ങൾക്ക് എന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്ക്, അതായത് ഇക്കാക്കാൻ്റെ വീട്ടിലേക്കും പോകാൻ നേരത്തെ. അപ്പോൾ നമ്മൾ തൊട്ടവിടെ തന്നെ ഒരു തട്ടുകടയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ വന്ന് കഴിക്കുന്ന ആ ഒരു കടയിൽ നിന്നാണ്. ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഭക്ഷണം. അപ്പോൾ വന്നപ്പോൾ ഇത്താത്ത ഓർഡർ ചെയ്തത് നൂൽപുട്ടും ബീഫ് കറിയായിരുന്നു. ഒരാൾ കൂടെ ഉണ്ട്, നമ്മുടെ കുഞ്ഞി വാവ. അളിയൻ വന്നിട്ട് ദോശയും സാമ്പാറും ചട്നി, അതാണ്. പിന്നെ ഉമ്മച്ചിക്ക് വീറ്റ് പൊറോട്ടയും പിന്നെ ആ ബീഫ് കറി ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഇവിടെ വന്ന മെയിൻ കഴിക്കുന്ന ഒരു സംഭവമാണ് എല്ലും കപ്പ, അല്ലെങ്കിൽ എല്ലും പോട്ടിയൊക്കെ. അപ്പോൾ ഞാനിന്ന് ഓർഡർ ചെയ്തത് എല്ലും പോട്ടിയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ നല്ല മിക്സ് ചെയ്ത് കൂടെ സവാളയൊക്കെ ഇട്ടിട്ട് തരും. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഞാൻ അതും ഓർഡർ ചെയ്ത്. പിന്നെ ഇക്കാക്ക വീറ്റ് പൊറോട്ടയും പിന്നെ പോട്ടി ഒരു ഫ്രൈയും പിന്നെ വേറെ എന്തോ ഒരു സംഭവം കൂടെ, ഇടിയപ്പം, അങ്ങനത്തെ സംഭവമാണ് ഓർഡർ ചെയ്തത്. അപ്പം എൻ്റെ ഈ എല്ലും കപ്പയെന്ന് പുള്ളിയും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഷെയർ ചെയ്തായിരുന്നു കഴിച്ചത്. അപ്പം ഞാനാകെ ഒരു എല്ലും കപ്പ മാത്രമേ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അത് മാത്രം കഴിച്ചിട്ട് എൻ്റെ വയറ് നിറഞ്ഞില്ല. പിന്നെ ഞാനൊരു നെയ് റോസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ് റോസ്റ്റും ഈ പറഞ്ഞോണം എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല നെയ്യിലൊക്കെ ഇതാക്കി. പക്ഷേ ഇത്തവണ കിട്ടിയപ്പോൾ അധികം നെയ്യൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഒന്നാമത് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ 2-3 കടകൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു കട മാത്രമേ ഉള്ള കാരണം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അത് പിന്നെ ചമ്മന്തിയും സാമ്പാറൊക്കെ കൂട്ടി അത് വെച്ചു. പിന്നെ വാവയ്ക്ക് ഓൾറെഡി കൊടുത്തായിരുന്നു. പക്ഷെ എന്നാലും ഒരു ഓംലേറ്റ് ഉമ്മച്ചി കൊടുത്തോളൂ, ഉമ്മച്ചി കൊടുത്ത ആൾ കഴിച്ചോളൂ. അങ്ങനെ ആ ഒരു ഓംലേറ്റ് അവൾക്ക് ഉമ്മ കൊടുത്തു. ആദ്യം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉമ്മ ആയതുകൊണ്ട് പതുക്കെ അങ്ങനെയൊക്കെ പിടിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്തായാലും ഞാനിനി എൻ്റെ വീട്ടിൽ പോകാണല്ലോ. ഇനിയിപ്പം വീട്ടിലേക്ക് വരുന്ന കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ആ ഒരു കടയുടെ ഫ്രണ്ടിൽ തന്നെ നിന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെയാണ് വീട്ടിൽ പോയത്. എന്തായാലും സംസാരം അങ്ങ് നീണ്ടുപോയി. ഏകദേശം 11 മണിയായപ്പോഴാണ് ഞാനും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.